ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ദിയ ആൻഡ് ഞാൻ 11th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് +1 മോഡൽ എക്സാം അടുത്തെത്താറായി. പബ്ലിക് എക്സാമും അടുത്തെത്താറായി. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ പബ്ലിക് എക്സാമിന് ഇനിയും 31 ഡേയ്സ് ഉണ്ട്. തലേ ദിവസങ്ങൾ കൂട്ടുമ്പോൾ 31 ഡേയ്സ് ഉണ്ട്. ആൻഡ് മോഡൽ എക്സാമിന് ഇനിയും തലേ ദിവസം കൂടെ കൂട്ടുമ്പം ഇന്നത്തെ ദിവസം കൂടെ കൂട്ടുമ്പം 15 ഡേയ്സാണ് കറക്റ്റായിട്ട് മോഡൽ എക്സാമിനുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള 15 ഡേയ്സിൽ മോഡൽ എക്സാമിന് വേണ്ടി എങ്ങനെ നമുക്ക് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 17th ആണ് എക്സാം തുടങ്ങുക. 17th രാവിലെ ഹിന്ദി, ഉച്ചയ്ക്ക് ഇംഗ്ലീഷ്. 18th രാവിലെ കെമിസ്ട്രി, ഉച്ചയ്ക്ക് ബയോളജി ആൻഡ് 20 ഫിസിക്സ്, 21 മാത്സ്. അങ്ങനെയാണ് നമുക്ക് മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ. കുറച്ച് ടൈറ്റാണ് എന്ന് വെച്ചാൽ നമുക്ക് കെമിസ്ട്രി ബയോളജി ഒരു ദിവസം തന്നെ വരും. ബയോളജി നമുക്ക് ടോട്ടൽ 19 ചാപ്റ്റേഴ്സും കെമിസ്ട്രി ടോട്ടൽ 9 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. കുറച്ച് നമുക്ക് പാടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പഠിച്ച് തുടങ്ങാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2 പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്കിനി ഫ്രണ്ടിലോട്ട് 14 ഡേയ്സേ ഉള്ളൂ. 14 ഡേയ്സ് നമുക്ക് 4 സബ്ജക്ട്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ 14 ഡിവൈഡഡ് ബൈ 4 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 3.5 ഡേയ്സ് ഈച്ച് സബ്ജക്റ്റിന് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ദാറ്റ് ഈസ് 2, 3, 4 ഒരു സബ്ജക്റ്റ്, 4, 5, 6 ഒരു സബ്ജക്റ്റ്, ആൻഡ് 8, 9, 10 ഒരു സബ്ജക്റ്റ്, 11, 12, 13 ഒരു സബ്ജക്റ്റ്, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഉള്ള സമയത്ത് നമുക്ക് ഫുൾ പോർഷൻസ് തീർക്കാൻ പറ്റണമെന്നില്ല. എന്നാലും നമുക്ക് ഏകദേശം പോർഷൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കത് ഒരു എക്സാമിന് തലേ ദിവസം കൊടുത്താൽ മതിയായിരിക്കും. ടെക്സ്റ്റ് വായിക്കാനും നോട്ട്സ് വായിക്കാനും. എനിക്കെന്ന് പറയുമ്പം ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. ഹിന്ദി എനിക്ക് കുറച്ച് ടൈം വേണം പഠിക്കാൻ, എന്നാലും ഓക്കെ ആക്കാൻ പറ്റും, മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഹിന്ദി പഠിക്കണമെങ്കിൽ 2 ദിവസം വേണ്ടി വരും. 2 ദിവസം തുടങ്ങും, ലൈക്ക് ഫുൾ ഡേ വേണ്ട, ബട്ട് കുറച്ച് ടൈം വേണം എനിക്ക് ഹിന്ദി പഠിക്കണം. എനിക്കങ്ങനെ പെട്ടെന്ന് പരീക്ഷ ഓൾറെഡി പെട്ടെന്ന് വാക്കുകളൊന്നും ഇരിക്കും. സോ നമുക്കത് നോക്കണമല്ലോ. അപ്പോൾ അതിനൊരു 2 ദിവസം എനിക്ക് വേണ്ടി വരും. എന്നാലും അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ലാംഗ്വേജസ് അങ്ങോട്ട് മാറ്റി വെച്ച് കോർ സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ ബയോളജിയും സുവോളജിയും ബോട്ടണിയും കൂടെ ഒരുമിച്ച് ബയോളജി ആയിട്ട് കണക്കൂട്ടിക്കൊണ്ട് നമുക്ക് ഫുൾ ടോട്ടൽ 4 സബ്ജക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ടൈം ടേബിൾ എന്ന് പറയുമ്പം ഞാൻ വിചാരിച്ചു 2, 3 and 4 നമുക്ക് കെമിസ്ട്രി പഠിക്കാമെന്ന് വിചാരിച്ചു. കെമിസ്ട്രി നമുക്ക് ഇപ്പോഴത്തെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. NCERT-യിലെ ഉള്ള എക്സസൈസ് കൂടി ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പം നമുക്ക് NCERT ചെയ്യാനാണ് എക്സ്ട്രാ ടൈം വേണ്ടി വരാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് യൂട്യൂബ്സിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, NCERT സൊല്യൂഷൻസ് എന്ന് പറയും. അപ്പം ആദ്യം നമ്മൾ കൺസെപ്റ്റ് പഠിക്കുക. ആദ്യം നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് പഠിക്കുക. ആ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം നമുക്ക് ആ ചാപ്റ്ററിൻ്റെ NCERT സൊല്യൂഷൻസ് നോക്കാം. നമുക്ക് ടോട്ടലായിട്ട് ഇത്രയും ദിവസം കൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 5-6 ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ 3 ദിവസം കെമിസ്ട്രിക്ക് കൊടുക്കും. 3 ദിവസം കെമിസ്ട്രിക്ക് കൊടുക്കുമ്പോൾ 2, 3, 4 കെമിസ്ട്രി, ഇന്ന് നാളെ മറ്റന്നാൾ കെമിസ്ട്രിക്ക് കൊടുക്കും. അപ്പം ടോട്ടൽ 9 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ കെമിസ്ട്രി. അപ്പോൾ ഇന്നൊരു 3 ചാപ്റ്റർ, നാളെ ഒരു 3 ചാപ്റ്റർ, മറ്റന്നാളൊരു 3 ചാപ്റ്റർ, അങ്ങനെ കൊടുക്കാം. ഇതിന് നമുക്ക് ഈ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ടോട്ടലായിട്ട് പഠിച്ച് കഴിയണം എന്ന് വെച്ചാൽ പക്ഷേ NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം.
അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ചാപ്റ്റർ ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് NCERT ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ തീർത്ത് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറ്റുന്നതറിയില്ല. ഫസ്റ്റ് നമുക്ക് കൺസെപ്റ്റ്സ് പഠിച്ചു തീർക്കാം. ആദ്യം ചാപ്റ്റർ വൈസ് കൺസെപ്റ്റ്സ് തീർത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചാപ്റ്റേഴ്സും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കപ്പോൾ ടൈം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 സബ്ജക്റ്റുകൾ ഇന്ന് 2, 3, 4 കെമിസ്ട്രിക്കാണ് എൻ്റെ മെയിൻ്റെനൻസസ് ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് 2, 3, 4 കെമിസ്ട്രിക്ക് കൊടുക്കുകയാണ്. 5, 6, 7 മാത്സ്, 8, 9, 10 ഫിസിക്സ്, 11, 12, 13 ബയോളജി. എനിക്ക് സുവോളജി മിക്ക ചാപ്റ്റേഴ്സും എനിക്ക് സുവോളജി അറിയാം. ബോട്ടണിയാണ് എനിക്ക് കുറച്ചൊരു താല്പര്യമില്ലാത്ത സബ്ജക്റ്റ്. ബോട്ടണിയാണ് എനിക്ക് പഠിക്കാൻ കൂടുതലായിട്ടുള്ളത്. ബോട്ടണിയാണ്. അപ്പോൾ ഈ 11, 12, 13 ഡേയ്സിൽ ഫസ്റ്റ് 2 ഡേയ്സ് കൂടുതലായിട്ട് ബോട്ടണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 13 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ 13 ആയിട്ടേ ഉള്ളൂ. 13 ആയിട്ട് പിന്നെ 17 എക്സാം. 14, 15, 16 3 ഡേയ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടുകയാണ്. ഓക്കെ, അതിൽ 14 എന്നുള്ളൊരു ഡേ നമുക്ക് നമ്മൾ ഈ ടൈം ടേബിൾ വെച്ചെങ്കിലും ചില ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് തീർക്കാൻ പറ്റില്ല, ചിലപ്പോൾ പാടായിട്ട് നമുക്ക് തോന്നും. ആ ചാപ്റ്റേഴ്സ് നമുക്ക് ഈ 14 തീർത്തിട്ട് ആൻഡ് 15 and 16 നമുക്ക് എന്ത് ചെയ്യണം, മോഡൽ എക്സാമിന് വേണ്ടി ഹിന്ദിക്കും ഇംഗ്ലീഷിനും വേണ്ടി മാറ്റി വെക്കാം. ഞാൻ എൻ്റെ ഒരു സജഷനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് 14, 15, 16 ചിലവർക്കൊക്കെ 1 ഡേ മതിയായിരിക്കും ലാംഗ്വേജസ് നോക്കാൻ. അങ്ങനെയുള്ളവർ 15 കൂടെ നിങ്ങൾക്ക് കോർ സബ്ജക്ട്സ് പഠിക്കാൻ എടുക്കാം. കെമിസ്ട്രി അങ്ങനത്തെ നെക്സ്റ്റ് കെമിസ്ട്രി ബയോളജി ആയിരുന്നു. അപ്പോൾ കെമിസ്ട്രി ബയോളജി എന്തെങ്കിലും റിവൈസ് ചെയ്യാനോ നോട്ട്സ് വായിക്കാനോ ഒക്കെ നമുക്ക് 15, 16 എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 16 മാത്രം ലാംഗ്വേജസ് നിർത്താൻ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല. എനിക്ക് മാത്സ് എനിക്ക് ഒന്നും അറിയാത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കോഡിക് സെക്ഷനാണ്. ഞാൻ ആ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, വയ്യാതെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഞങ്ങൾ അറ്റൻഡൻസ് ഒക്കെ ക്ലോസ് ചെയ്തല്ലോ. അപ്പം പഠിക്കാൻ പോകുമ്പോൾ ലീവ് എടുത്തപ്പോൾ എനിക്കിപ്പോൾ നാളെ മൺഡേ സ്കൂളിൽ പോകണം. എനിക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ മൺഡേ സ്കൂളിൽ പോകണം. അപ്പോൾ എനിക്ക് 3 ചാപ്റ്റേഴ്സ് നാളെ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ആ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. നമുക്ക് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ +2 സ്റ്റുഡൻസിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ടൈറ്റായുള്ള സ്കെഡ്യൂളാണ്. എന്താണ് മോഡൽ എക്സാം, ലാബ് എല്ലാം കൂടെ ഒരുമിച്ചാണ് അവർക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എക്സാംസ് ടഫാക്കിയല്ലോ. അപ്പോൾ മാക്സിമം സ്കോർ നമ്മൾ +1 തന്നെ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, +1 ഡബിൾ ഇവാലുവേഷൻ ഇല്ല, സിംഗിൾ ഇവാലുവേഷനേ ഉള്ളൂ. സോ മാർക്ക് എളുപ്പം നമുക്ക് കിട്ടിപ്പോകും. അങ്ങനെയുള്ള ഇതായത് തന്നെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. എൻ്റെ ടീച്ചേഴ്സ് പറയാറുള്ള കാര്യമാണ് +1 തന്നെ ഡബിൾ പാസ് വാങ്ങിക്കുക എന്നുള്ള കാര്യം. കാരണം +1 ഒരുപാട് ടഫാണ് +2 എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് സ്റ്റഡി പ്ലാനിൽ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യണം. ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. ആൻഡ് ഓൾസോ ഞാൻ സ്റ്റഡി വ്ലോഗ്സൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. നൈറ്റ് സ്റ്റഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്ന് അറിയിക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. നമ്മളിൽ തന്നെ ആദ്യം ഒന്ന് വിശ്വസിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റും. ടൈമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ടൈമുണ്ടെന്നും പറഞ്ഞ് പഠിക്കാതിരിക്കാനല്ല പറഞ്ഞത്. ടൈമുണ്ട്, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഇത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റണം എന്ന് വിശ്വസിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.